ക്ഷേത്രങ്ങൾ സംസ്കാര സമ്പന്നമായ ചരിത്ര പേടകങ്ങളാണ്. കാരണം ഒരു മാനവ സമൂഹത്തിൻ്റെ സാംസ്കാരികപരമായ എല്ലാവിധത്തിലുള്ള ജീവിതക്രമങ്ങളെയും ചിട്ടപ്പെടുത്തുന്നത് ക്ഷേത്ര സംവിധാനമാണ്. അത്തരത്തിലൊരു ക്ഷേത്രത്തെ ലോകപ്രശസ്തമായ രീതിയിലേക്ക് വ്യാപിപ്പിക്കുക, അതിൻ്റെ പ്രചരണം ഏറ്റെടുക്കുക, അത് തങ്ങളുടെ പ്രവർത്തന സജ്ജമായ മനസ്സോടുകൂടി ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക, അത് ചെറിയ കാര്യമല്ല. കാരണം ശ്രീനാരായണ വിജയ സമാജം എന്ന് പറയുന്ന ഒരു സമിതി അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ, അതിൻ്റെ പരിചരണത്തിലും അതിൻ്റെ ഭരണ സംവിധാനത്തിലുമാണ് ഒരു മഹാക്ഷേത്ര കണക്കെ വികാസം പ്രാപിച്ച ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം ചീരക്കുഴി. ഈ ഒരു പുണ്യപ്രദേശത്ത് ഇത്തരത്തിലൊരു ക്ഷേത്രത്തെ വളരെ ചിട്ടയോടുകൂടി ക്രമബദ്ധമായ രീതിയിൽ അടുക്കി പെറുക്കി വെച്ച അനുഷ്ഠാനങ്ങളോടുകൂടി നിലനിർത്തിപ്പോരുന്നത് ഈ ഒരു സമാജമാണ്. ആ സമാജത്തിൻ്റെ അമരക്കാരന്മാരിൽ ഒരാളായ ശ്രദ്ധേയനായിട്ടുള്ള ശ്രീ സുരേന്ദ്രൻ വടക്കുംപാട്ടാണ് ഇപ്പോൾ സാർ നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തെ നമുക്ക് ക്ഷേമാപൂർവം അതുപോലെ തന്നെ വളരെ ഭക്തിയാദരവോടുകൂടി ക്ഷേത്ര മീഡിയ ഈ അഭിമുഖത്തിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമസ്കാരം സാർ. നമ്മുടെ ഈ ദേശത്ത് അല്ലെങ്കിൽ ഈ ഒരു ചീരക്കുഴി, അതായത് അമലാനഗറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വളരെ പ്രശസ്തമായ ഒരു പ്രദേശമായി മാറിയ ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുൻപ് ഒരു ചെറിയൊരു കൂട്ടായ്മയോടുകൂടി തുടങ്ങി ആരംഭിക്കുകയും ശ്രീനാരായണ ഗുരുദേവൻ്റെ വചനങ്ങളെ അന്വർത്ഥമാക്കിക്കൊണ്ട് തുടങ്ങുകയും ചെയ്ത ഒരു ഭക്തി സമ്പ്രദായം, അത് ഇന്ന് അറിയപ്പെടുന്ന ഒരു ക്ഷേത്ര സമാജമായി, ഒരു സമൂഹമായി വളർന്ന് പടവൃക്ഷം പോലെ വളർന്നു വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും അതിൻ്റെ അമരത്ത് നിൽക്കുന്ന താങ്കളെ പോലുള്ളവർക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു വലിയൊരു സംസ്കാരത്തിൻ്റെ പിന്മുറക്കാരാണ് നിങ്ങളൊക്കെ. അപ്പോൾ എന്താണ് ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ചും ഇതിൻ്റെ ഉത്സവാദി നടത്തിപ്പുകളെക്കുറിച്ചും പ്രേക്ഷകരോട് എന്താണ് പറയുക? ഈ ക്ഷേത്രം ഏകദേശം 101 വർഷത്തോളമായിട്ട് ആണ് ഇതിൻ്റെ ശിലാന്യാസമൊക്കെ നടന്നിട്ടുള്ളത്. ഇത് ചെയ്തിട്ടുള്ളത് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠകൾ നിർത്തിവെച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനാണ് ഇത് ഈ ക്ഷേത്രത്തിൻ്റെ ശിലാന്യാസം നടത്തിയിട്ടുള്ളത്. കാരണം ഈ ക്ഷേത്രം ഇപ്പോൾ എന്താ പറയുക, സ്വല്പം ജീർണിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. കാരണം വെച്ചാൽ ഈ ക്ഷേത്രത്തിൻ്റെ ഒരാൾക്കും ഒരു ക്ഷേത്രത്തിലും കടക്കാൻ പറ്റാത്തൊരു സമയം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ സവർണർക്ക് മാത്രം ക്ഷേത്രങ്ങളിൽ പോകുന്ന ഒരു സമയം നമ്മൾ ഏകദേശം ഒരു 50 കൊല്ലം മുതൽ പറയാം. തീർച്ചയായും ആ സമയത്ത് ഒരു കാലം ഉണ്ടായിരുന്നു. അത്തരം മാറ്റപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അങ്ങനത്തെ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഈ ക്ഷേത്രം. അതുകൊണ്ട് ഇവിടെ ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗഭേദമില്ല, എല്ലാവർക്കും ഒരുപോലെ വന്നിട്ട് ഗുരുദേവൻ പറഞ്ഞു അതെ പ്രാർത്ഥിക്കാനുള്ള ഒരു എന്താ പറയുക, ഇതൊരു ക്ഷേത്രമാണ്, ഒരിടം. നമ്മൾ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഇത്. ഇവിടെ എല്ലാവർക്കും ഇവിടെ മനുഷ്യന് മാത്രമാണ് പ്രാധാന്യം. ഇവിടെ കൊടുക്കുന്ന പരിപാടിയില്ല, ഒരു ആർക്കില്ല. തീർച്ചയായിട്ടും അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം. നമ്മൾ എല്ലാവരോടും ഈ ശ്രീനാരായണൻ്റെ വചനങ്ങളാണ് എല്ലാവർക്കും പകർന്നു കൊടുക്കുന്നത് ഇവിടുന്ന്. അല്ലാതെ ഇവിടെ നിന്ന് നിങ്ങൾ അത് തന്നെയാണ് ഇത്, യാതൊരു സംശയമില്ല. അതാണ് ഞങ്ങളുടെ മാത്രമല്ല, ഞങ്ങൾ മറ്റുള്ള SNDP ആയിട്ട് പോലും ഞങ്ങൾക്ക് ഇതിന് അഫിലിയേഷനൊന്നുമില്ല. ഇത് സ്റ്റാൻഡ് അലോണാണ്. കാരണം ഇത് നമ്മൾ നിർത്തിയിട്ടുള്ളത് ഇത് ഗുരുവിനെ മാത്രമാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. അല്ലാതെ SNDPക്ക് വേറൊരു ഗ്രൂപ്പ്, മറ്റുള്ളവർക്ക് വേറൊരു ഗ്രൂപ്പ് അതില്ല ഇവിടെ. അത് ഇവിടെ ശ്രീനാരായണൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹം പ്രതിഷ്ഠിച്ചിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശ്രീ ബാലമുരുകനാണ് ഇവിടെ ഉള്ളത്. അതാണ് നമ്മളെ ആരാധനാമൂർത്തിയാണ്. അത് മാത്രമല്ല, ഈ എന്താ പറയുക, ഇതിന് ചുറ്റും ഉള്ള പ്രദേശങ്ങൾ ശരിക്കും കാത്ത് രക്ഷിക്കുന്ന ഒരു നാഥനാണ് ഇവിടെയുള്ള ശ്രീ ബാലമുരുകൻ. അതുപോലെ തന്നെയാണ് ഇവിടെയുള്ള ഭദ്രകാളി. ഈ രണ്ടുപേർക്കും ഈക്വൽ സ്ഥാനമാണ്, തുല്യ പ്രാധാന്യമുള്ള ആണെങ്കിലും രണ്ടാൾക്കും തുല്യ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് ഈ ചീരക്കുഴി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം. ഇതിപ്പോൾ നമ്മൾ തുടങ്ങി എത്ര വർഷങ്ങളായിട്ടുണ്ട് ഏകദേശം ഈ ഉത്സവം? ഇതിങ്ങനെ ക്രമപ്പെടുത്തി വരാൻ തുടങ്ങി തുടക്കം മുതലേ ഉണ്ട്. ഏകദേശം എന്താ പറയുക, ഒരു 75 വർഷം ഒക്കെ മുന്നേ ആയിട്ട് തന്നെ ഇതിൻ്റെ ഇതുണ്ട്. എനിക്ക് ഓർമ്മയില്ലെങ്കിലും എൻ്റെ ഭാര്യാപിതാവ് ഇവിടേക്ക് ഒറ്റയ്ക്ക് അദ്ദേഹം പൂരം കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ള ഒരു
ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ശ്രീമതിയിൽ നിന്ന്. അതെനിക്കറിയാം. അപ്പോൾ അദ്ദേഹം മരിച്ചു പോയിട്ട് ഇപ്പോൾ കൊല്ലങ്ങളായി, ഒരുപാട് കൊല്ലങ്ങളായി. അപ്പോൾ എങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു 70-80 വർഷങ്ങളുടെ പഴക്കമുണ്ട്. ആചരണങ്ങളായി വന്നത് തീർച്ചയായിട്ടും. അത് ഇപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഭരണ സംവിധാനങ്ങളൊക്കെ? ഇപ്പോൾ ഇത് ഞങ്ങളൊരു 21 അംഗ കമ്മിറ്റിയുണ്ട് ഈ ക്ഷേത്രത്തിൽ. അതിൽ പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, ഖജാൻജി, വൈസ് പ്രസിഡന്റ്, അങ്ങനെ ഒരു പിന്നെ 5 പിന്നെ സമിതി അംഗങ്ങൾ, 5 പേര് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ബാക്കിയുള്ളവർ സമിതി അംഗങ്ങൾ. അവരാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നത്. അത് ഡേ ടു ഡേ കാര്യങ്ങൾ എല്ലാം. അത് എത്ര ഒരു വർഷത്തെയാണോ അങ്ങനെയാണ് അതിൻ്റെ കാലാവധി? 3 വർഷത്തേക്കാണ് ഒരു കമ്മിറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. അതിനുശേഷം പിന്നെ വീണ്ടും ഇത് ജനാധിപത്യപര രീതിയിലാണ് ഈ ക്ഷേത്രത്തിലെ സമിതികൾ തിരഞ്ഞെടുക്കുന്നത്. പൊതുയോഗം വിളിച്ച് എല്ലാ കണക്കുകളും കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചതോടുകൂടി ആണ്. തീർച്ചയായിട്ടും വളരെ വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി സുതാര്യവും സൂക്ഷ്മതയുമുള്ള ഒരു കൃത്യനിർവഹണ രീതിയോടുകൂടി ഭരണ സംവിധാനം ഏർപ്പെടുത്തി ക്ഷേത്രം എന്ന് പറയുമ്പോൾ എത്രമാത്രം ജനകീയമാകണമോ അത്രമാത്രം ജനകീയമായി തന്നെയാണ് ഈ ക്ഷേത്രം നിലനിർത്തി വരുന്നത്. കാരണം ഇവിടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഉപരി മാനവ സംസ്കാരത്തിന് അല്ലെങ്കിൽ മാനവ സമുദായത്തിന്, സമാജത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് ശ്രീ സെക്രട്ടറി സുരേന്ദ്രൻ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഇതുതന്നെയാണ് ഏറ്റവും മാതൃകാപരമായ ഒരു കാഴ്ചപ്പാട്. കാരണം ശ്രീനാരായണ ഗുരുദേവൻ്റെ വചനങ്ങളെ അക്ഷരം പ്രതി നിലനിർത്തി പോരുകയും അത് ജീവിതത്തിലേക്ക് പകർത്തുവാൻ ആ ഒരു അനുഷ്ഠാന രീതി ആവിഷ്കരിക്കുകയും ചെയ്യുന്ന ഒരു ക്ഷേത്ര സംവിധാനമാണ് ഇത്. ഏതായാലും ഈ ഒരു ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ് സമ്പ്രദായത്തിൽ അങ്ങേപോലുള്ളവരുടെ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. തീർച്ചയായിട്ടും ക്ഷേത്ര മീഡിയ അതിനെ അനുമോദിക്കുന്നു, അഭിനന്ദിക്കുക കൂടി ചെയ്യുന്നു. ഈ മാത്രമല്ല, ഞങ്ങൾക്ക് ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഒരു സെക്കൻഡ് ഫേസ് ചെയ്യാനുണ്ട്. ചെമ്പോല പൊതിഞ്ഞ് കഴിഞ്ഞിട്ടില്ല. ചെമ്പോല പൊതിയാൻ ബാക്കിയുണ്ട്. പിന്നെ ചുറ്റമ്പലം പണിയാനുണ്ട്. പിന്നെ ക്ഷേത്ര മതിലുകളുണ്ട്. അങ്ങനെ കുറച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി അതൊക്കെ ഈ മീഡിയയിൽ കൂടെ ഞങ്ങൾക്ക് എല്ലാവരുടെയും സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു ജനകീയ സ്വഭാവമുള്ള ക്ഷേത്രങ്ങളെ നമ്മളുടെയൊക്കെ സംസ്കാരത്തിൻ്റെ ഭാഗമായി നിലനിർത്തേണ്ടത് നാം ഓരോരുത്തരുടെയും ആവശ്യമാണ്.